ഹലോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പിന്നെ റൂം ടൂർന്ന്. ആക്ച്വലി ഞങ്ങൾക്ക് ഫസ്റ്റ് റൂമിൽ നിന്ന് രണ്ടാമതൊരു റൂം മാറ്റി തന്നു. കുറച്ചുകൂടി നല്ല വ്യൂ ഉള്ള റൂമാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി തന്നു. അപ്പം ആ റൂമിന്റെ വിഷ്വൽസും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. കൊള്ളാവോ? നല്ല ബെഡൊക്കെ ഉണ്ട്. ഭയങ്കര സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉള്ള ബെഡ്. ഫുൾ ഇവരുടെ എല്ലാ സംഭവങ്ങളും മരം തീം തന്നെയാ. പിന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെന്താ ഉള്ളത്? ടേബിൾ ലാമ്പ് ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞി മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ നേരത്തെ പോലെ ചായ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞി ടേബിൾ. ഇവിടെ അതുപോലെ നമുക്ക് 2 സൈഡ് ടേബിൾസ് ഉണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തെ സൈഡുണ്ട്. ഇനി ഞാൻ വ്യൂ കാണിച്ചു തരാം. കണ്ടോ? നമ്മൾ നേരത്തെ കുറച്ച് താഴെയായിരുന്നു, ഇതിപ്പോ കുറച്ച് പൊക്കത്തിലുള്ള വ്യൂ ഇപ്പൊ കുറച്ചുകൂടെ സെന്ററിലോട്ടായി. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, കാണിച്ചു കൊടുക്ക്. ഇനി നമ്മൾ മേളിൽ പോയിട്ടും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നുള്ള വ്യൂവും കൂടെ മേളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി നമുക്ക് ഡയറക്റ്റ് റിസപ്ഷന്റെ അവിടെ നിന്നായിരിക്കും ഈ സംഭവം വരുന്നത്. ഞങ്ങളുടെ I-20 എൻലൈൻ എന്തോ കിടക്കുന്നു. ഇവിടെ നിന്ന് തന്നെ അടുത്താണ് പൂളൊക്കെ. നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ഈസി. പിന്നെ നമ്മൾ ഇന്ന് എന്തായിരുന്നു, നൈറ്റ് സഫാരിക്ക് പോകുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആനിമൽസിനെ കാണാൻ പറ്റും. ആനയെ കാണാൻ പറ്റും. നമ്മുടെ ഈ റൂം 103, ആദ്യം കാണിച്ച റൂം 105. അതാണ് 6 ആണോ? ഓക്കെ, 106. അപ്പൊ 103 ആണ് കുറച്ചെടുത്ത്. പിന്നെ ജക്കൂസി ഉള്ള റൂംസ് ആണ് എനിക്ക് തോന്നുന്നു മേളിലോട്ടുള്ള റൂംസ് ഒക്കെ. അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റും വരും അല്ലേ? ഹൈറ്റും ഉണ്ട്, ജക്കൂസിയും ഉണ്ട്, ടബും ഉണ്ട് ആ റൂംസിലൊക്കെ. നമ്മൾ ആക്ച്വലി ഈ റൂംസ്. പിന്നെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഇന്ന് കഴിച്ച ഫുഡും ഇന്നലെ നൈറ്റ് കഴിച്ചതും സൂപ്പറായി. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് മേലിൽ കാണിച്ചു തരാം. മേലത്തെ വ്യൂ കാണിച്ചു തരാവേ. അപ്പൊ മേലിൽ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ബാക്കി റൂം ടൂർ കാണിച്ചെന്നില്ലല്ലോ. അപ്പൊ മറ്റേ റൂമില് നമ്മള് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിളിന്റെ സൈഡിൽ തന്നെയായിരുന്നു വാഷ്റൂം ഉള്ളത്. ഇതിന്റെ ആക്ച്വലി ഇവിടെയാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. കണ്ടോ, വലിയ മിററും. പിന്നെ ഇവിടെ മറ്റേതുപോലെ തന്നെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അയൺ ബോക്സ് ഉണ്ട്. താഴെ നമുക്ക് അയൺ ബോക്സ് ഇല്ലായിരുന്നു. അയണിങ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ബാത്റൂമും ഇല്ലായിരുന്നു, ഇവിടെ ബാത്റൂമും ഉണ്ട്. അപ്പൊ ഈ 103 കുറച്ച് നല്ല റൂമാണ് കേട്ടോ. ഇന്നലെ ഇവിടെ ആളുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാതിരുന്നത്. പിന്നെ ഈ കയറി വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് വാഷ്റൂം വരുന്നത്. അത് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാ, സ്പേഷ്യസ് തന്നെയാ എല്ലാം. താഴത്തെ കുറച്ചും കൂടെ വരും ആണല്ലേ. അതെന്താ അറിയോ, ഇത് കുറച്ചുകൂടെ അങ്ങോട്ടായിരുന്നു തോന്നുന്നല്ലേ. ഇത് ഇങ്ങോട്ട് കയറി ഇരിക്കുന്ന റൂം ആയതുകൊണ്ടായിരിക്കും. ഇവിടെ നേരത്തെ സെപ്പറേഷൻസ്. പിന്നെ മറ്റതുപോലെ ഇവിടെ ഒരു നമുക്ക് മൂവബിൾ ആയിട്ടുള്ള മിററും ഡ്രയറും ഉണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മേളത്തെ വ്യൂ കാണിച്ചാൽ. ഇതാണ് ഇങ്ങോട്ടുള്ള സ്റ്റെയർ. അത് ശരിയാ. ഇവിടെ എനിക്ക് തോന്നുന്നു
വേറെ മൃഗങ്ങളൊന്നും വരാതിരിക്കാനാണ് ഇവിടെ കമ്പിവേലിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് മറ്റേ ഇതിന് പോയില്ലേ, ആ വെള്ളച്ചാട്ടം കാണാൻ പോയ സ്ഥലത്തും ഇതുപോലെ ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തോ പറഞ്ഞു. ആ അതപ്പൊ കമ്പിയൊക്കെ താഴെയിട്ടേക്ക് വരുന്നു. ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ആ അതാണ് വാട്ടർഫാൾസ്. കണ്ടോ, ഇവിടെ ബാത്ത് ടബ് ഉണ്ട്. ആ ഇതിൽ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ. ഞാനിന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. താഴെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, അപ്പൊ എനിക്ക് തോന്നുന്നു കാണുമായിരിക്കും ചിലപ്പോൾ. ഞാൻ ഇതിൽ ആക്ച്വലി റെഡും ബ്ലൂ ആ അപ്പൊ ഇതാണ് ഇവിടുത്തെ. അവിടെ വൈറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. ആ ടേബിളൊക്കെ വേറെ ആയിരുന്നു. ദേ കണ്ടോ, പാറയുടെ മുകളില് നല്ല പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ നല്ല രസമുണ്ട്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജക്കൂസി ഉള്ളത്, അത് ദേ ഈ രണ്ടെണ്ണം. അപ്പൊ എനിക്ക് തോന്നുന്നു 3rd ഹയസ്റ്റിലാണ് നമ്മൾ ആയിരിക്കും. ആ ഇനി അവിടെ ഇനി 2 ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ആ എന്നാ പൂള് പക്ഷെ ഇതാ അവിടെ ആയിട്ട് അത് കാണത്തില്ലല്ലോ. ആ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ റൂം ടൂർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മള് നൈറ്റ് സഫാരിക്ക് പോവും. നൈറ്റ് സഫാരി ഇപ്പൊ മഴയില്ലെങ്കിൽ മറ്റേ രാവിലത്തെ വാട്ടർഫോളിലെ ചേട്ടനില്ലേ, ചെല്ലപ്പൻ ചേട്ടൻ്റെ വക ഒരു DJ സാധനവും ബാംബു കുംഭം കാച്ചൽ. അതാണ് ഈ ബാംബൂയിൽ എന്തോ ചെയ്യുന്നൊരു സംഭവം ഉണ്ട്. അത് മഴയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് ഓപ്പൺ സ്പേസിലാണ് ചെയ്യണമെന്നുണ്ട്. ഭയങ്കരമായിട്ട് തീയൊക്കെ വരുന്നൊരു സംഭവം. പൂളിൻ്റെ അപ്പുറം തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അത് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നൈറ്റ് സഫാരിയിൽ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അതും കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നാളെ ഞങ്ങള് ചെക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ബാക്കി പിന്നെ കാണാം. അപ്പം നമ്മളിതാ പൂളിൽ ഇറങ്ങി തിരിച്ച് കയറാറായപ്പോഴാണ് ആക്ച്വലി വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഓർമ്മ വന്നത്. ഒരു നീന്തി തുടിയുന്ന മുതലക്കുഞ്ഞ് ഇത് എത്ര അടിയാണ്? 5 അടി അല്ലേ? 5 അടി ആഴമുള്ള പൂളാണ് കേട്ടോ. ഇങ്ങോട്ട് ഇത് ഇൻഫിനിറ്റി പൂൾ. നീ അവിടെ നിന്നേ, അങ്ങോട്ട് പോന്നേ. ഇപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ, അപ്പം ആ വ്യൂ മനസ്സിലാവുമല്ലോ. ഇത് അല്ല കുരുമുളക്. അങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരി. ഞാൻ വീഡിയോ അല്ല, എന്നെ ഇങ്ങോട്ട് നോക്കാൻ അവിടെ നിന്നിട്ട്. നല്ല തണുപ്പുണ്ടല്ലേ വെള്ളത്തിന്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് സഫാരി, പിന്നെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഓക്കെ, ബായ്. തിരിച്ചു കയറാൻ പോകുന്ന മുതലക്കുഞ്ഞ്.